ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം. വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു. സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമതടസ്സമില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഗുരുതര കുറ്റമെന്ന് പ്രതിപക്ഷ നേതാവ്. സൈബർ ആക്രമണത്തെ അപലപിച്ച് WCC. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ വീണ്ടും വിമർശനവുമായി സുപ്രീം കോടതി. അന്വേഷണത്തിൽ വൈരുദ്ധ്യമെന്ന് നിരീക്ഷണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. സമരം അവസാനിപ്പിച്ച് ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ ബലാത്സംഗ കേസുകളിൽ കർശനമായ നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മമത. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിൽ ഇടതുമുന്നണിയിലെ ആർക്കും പങ്കുണ്ടാവില്ലെന്ന് KK ലതിക. തന്റെ നിരപരാധിത്വം നിയമപരമായി തെളിയിക്കും. വീടുകൾ കയറി വർഗീയ വിഭജനം നടത്തിയത് UDF എന്നും ആരോപണം. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ DGP ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോവുകയാണെന്ന് ADGP MR അജിത് കുമാർ. വയനാട്ടിൽ പോലും ആദ്യം എത്തിയത് പോലീസ് സേനാംഗങ്ങൾ. പോലീസിന് ഫോട്ടോ എടുക്കാനുള്ള ആളില്ലെന്നും ADGP. സർക്കാരിന്റെ പോലീസ് നയത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ നടപടിയെന്ന് മന്ത്രി K രാജൻ. CPIM നടപടി നേരിട്ട PK ശശിയെ പുകഴ്ത്തി മന്ത്രി KB ഗണേഷ് കുമാർ. ഇത്രയും സത്യസന്ധനും സ്നേഹനിധിയുമായ മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും. ശശിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമം വിജയിക്കില്ല. സത്യം മാത്രമേ ജയിക്കൂ എന്നും ഗണേഷ് കുമാർ.